അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ പ്രകോപനം. F-16 അടക്കം 3 പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തി. മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞു. സംഘർഷം യുദ്ധസമാനം. ജമ്മുകശ്മീരിൽ അതീവ ജാഗ്രത. ഇന്റർനെറ്റ് റദ്ദാക്കി. വെളിച്ചമണച്ചു. തുടർച്ചയായി അപായ സൈറണുകൾ മുഴങ്ങുന്നു. രാജസ്ഥാനിലും പഞ്ചാബിലും ബ്ലാക്കൌട്ട്. പാകിസ്ഥാനെ വിറപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ 2.0. സുവർണക്ഷേത്രം ഉൾപ്പെടെ ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കം തകർത്ത് ഇന്ത്യ. കറാച്ചിയിലേതടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. സൈന്യത്തെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ടവരിൽ കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അസറും ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ സഹോദരനായ റൌഫ് കൊല്ലപ്പെട്ടത് ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തെ ആക്രമണത്തിൽ. പാക് സൂപ്പർ ലീഗ് മത്സരം നടക്കാനിരുന്ന റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെ ഡ്രോൺ ആക്രമണം. ഡേവിഡ് ബർണർ, കെയ്ൻ വില്യംസ് ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾ ഇറങ്ങുന്ന മത്സരം നിശ്ചയിച്ചിരുന്നത് രാത്രി 8-ന്. അതിർത്തിയിൽ ജലയുദ്ധം തുടർന്ന് ഇന്ത്യ. ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ട് തുറന്നു. പാക് അധീന കശ്മീരിലെ പ്രദേശങ്ങൾ പ്രളയഭീതിയിൽ. പാക് പ്രകോപനങ്ങൾക്ക് അതേ തീവ്രതയിൽ തിരിച്ചടി നൽകുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സാധാരണക്കാരെയും നഗരങ്ങളെയും ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും മിശ്രി. സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു. ആഗോള കാത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ. പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺക്ലേവിലെ 4ാം റൗണ്ട് വോട്ടെടുപ്പിൽ.